ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും KP ടേസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നല്ല രുചിയുള്ളൊരു പലഹാരമാണ്. പലർക്കും ഏറെ ഇത് ഇഷ്ടമാണ്. കേസരി. സാധാരണ ചായക്കടയിലാണ് ഇതും ലഭിക്കുന്നത്. നമുക്ക് വീടുകളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്ത് തിളപ്പിച്ച് വെച്ചു. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതൊന്ന് മെൽറ്റാവുന്നത് വരെ വെക്കാം. ശേഷം നമുക്കതിലേക്ക് 500 റവ എടുത്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ മൊരിയുന്നത് വരെ നമുക്കതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഒരു മീഡിയം തീയിൽ മാത്രമേ ഇത് വറുത്തെടുക്കാവൂ, അല്ലെങ്കിൽ ഇത് അടി കരിഞ്ഞു പോകും. നമുക്ക് റവ വേണ്ടതുപോലെ കളറിൽ കിട്ടുകയില്ല. എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. ഇനി നമ്മുടെ റവ ഏകദേശം വറവ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ലിറ്റർ നമ്മൾ കാച്ചി വെച്ച പാൽ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കട്ട കെട്ടാതെ ഇത് ഉടച്ചു കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. റവയാണല്ലോ, അധികം വെള്ളം ആവശ്യമായിരിക്കും. പാല് നമ്മൾ കാച്ചത് പോരാകുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ചുടുവെള്ളം ചേർത്തൊന്ന് മെൽറ്റാക്കാം. കട്ടകളൊക്കെ നല്ലവണ്ണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുടുവെള്ളം ചേർത്ത് ഒന്നുകൂടി അയവാക്കാം. എങ്കിൽ മാത്രമേ ഇത് കുറുകി വരികയുള്ളൂ. കട്ടകളൊക്കെ നല്ലവണ്ണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഇത് വേണമെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്കാക്കി നമുക്ക് വേണ്ട രീതിയിൽ മുറിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഏകദേശം ഇതിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര മാത്രം ചേർത്താൽ മതി. ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് ഒന്ന് ലൂസാക്കാം. കുറച്ച് ടൈറ്റായി പോയാലെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ഇതിന് പാകമായി വന്നിട്ടുണ്ട്. കട്ടയുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുത്ത് നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാൻ ആരംഭിക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കായ് പൊടിച്ചിട്ട് കുറച്ചിടാം. നല്ലൊരു രുചിയും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയാണിത്. നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ കുറച്ച് എള്ളും ഇതിലേക്ക് ആഡ് ചെയ്യാം. മഞ്ഞയിൽ നല്ല കളറായിരിക്കും എള്ള ആഡ് ചെയ്താൽ. ഇത് ഓപ്ഷണലാണ്. ഇത് ഒഴിവാക്കി നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്നുകൂടി ഇളക്കിയെടുക്കാം. തണുത്ത് പോകുന്നതിന് മുന്നായിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം. വെളിയിൽ നല്ല മിനുസം ഉണ്ടാകുന്ന രൂപത്തിലെങ്കിലേ നമുക്കിത് വിചാരിച്ചതുപോലെ തണുത്താൽ കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി വറുത്തത് ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഇങ്ങനെ സെറ്റാക്കി എടുക്കാം. ശേഷം നമ്മൾ വറുത്ത് വെച്ച മുന്തിരികൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് ഓരോന്നായിട്ട് പതുക്കെ അമർത്തി കൊടുക്കാം. നല്ല രസമില്ലേ ഇപ്പോൾ കാണാൻ? നല്ല രുചിയുള്ള ഈ പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങളൊക്കെ സാധാരണ വീട്ടിലുണ്ടാക്കി നോക്കുന്നതായിരിക്കും, എങ്കിലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നമുക്കൊരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന അതുകൊണ്ടോ നമുക്കിതൊന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. തണുത്തതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നമുക്കിത് ഓരോ പീസാക്കി നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. നല്ല ക്യൂട്ടല്ലേ കാണാൻ? അപ്പോൾ നമ്മുടെ കേസരി പലഹാരം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാം. ഓരോ മുന്തിരി ഓരോ കഷ്ണത്തിൽ വരത്തക്ക വിധത്തിൽ നമുക്കിതിങ്ങനെ അടുക്കി വെക്കാം. മറ്റൊരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.